മനുഷ്യൻ എന്നാ ഇത്ര പേടിച്ചിരിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. കുറച്ചു നേരം മുമ്പ് ഇയാൾ TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടുന്നത് പോലെ തോന്നിയത്. ഇയാൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി എന്നെ രക്ഷിക്കണേന്ന് വിളിച്ച് കരയുകയാണ്. പിന്നിൽ ചുറ്റികയുമായി വേറൊരാളും ഉണ്ടായിരുന്നു. അയാൾ ആ ചുറ്റിക കൊണ്ട് അവളെ അടിച്ച് കൊല്ലുകയാണ്. ഇത് കണ്ട ഇയാൾ ഉടൻ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുക്കും. പക്ഷെ ഫോൺ എടുത്ത നിമിഷം ഫോണിന്റെ വെളിച്ചത്തിൽ കൊലയാളി ഇയാളുടെ മുഖം കാണും. കൊലയാളി ഇയാളെ നോക്കി, ഇത് ആരോടെങ്കിലും പുറത്തു പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന രീതിയിൽ വായ് പൊത്തി കാണിക്കും. അതിനുശേഷം കൊലയാളി നേരെ ഇയാളുടെ ഫ്ളാറ്റിലേക്ക് നടന്നു വരുന്ന പോലെ. അത് കണ്ട ഇയാൾ ഭയന്ന് ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്ത് വാതിലിന്റെ അടുത്ത് പോയി നിൽക്കും. പക്ഷെ അന്ന് ആ കൊലയാളി വന്നില്ല. അടുത്ത ദിവസം ഇവൻ നോക്കുമ്പോഴാണ് വീട്ടിന്റെ പുറത്ത് മുഴുവൻ പോലീസായിരുന്നു. അപ്പോഴാണ് ഇവൻ അറിയുന്നത് അവൻ വെറും ഒരു കൊലയാളിയല്ല, അവൻ ഒരു സീരിയൽ കില്ലറാണ്. അവൻ ഈ സമയം കൊണ്ട് തന്നെ കുറെ പേരെ കൊന്നു കഴിഞ്ഞിരുന്നു. ഇവൻ പേടി കാരണം പോലീസുകാരോടൊന്നും പറയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്റെ വീട്ടിന്റെ അപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിനെ ഈ സീരിയൽ കില്ലർ കൊല്ലുന്നത് ഇവൻ കാണുന്നത്. ഇവനെ ആ സീരിയൽ കില്ലറും കാണും. പിന്നെ ഇവനെ കൊല്ലാൻ വേണ്ടി സീരിയൽ കില്ലർ ഇവന്റെ പുറകെ ഓടി വരും. ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചെന്ന് സെക്യൂരിറ്റിയെ വിളിക്കാൻ നോക്കും. പക്ഷെ അവിടെ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൻ അവിടുത്തെ ഫോൺ എടുത്ത് പോലീസുകാരെ വിളിക്കാൻ നോക്കും. അപ്പോഴാണ് അവൻ 8ന്റെ പണി കിട്ടുന്നത്. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഭാര്യയും മകളും അവനെ പുറകിൽ നിന്ന് വിളിക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സീരിയൽ കില്ലർ അവരുടെ തൊട്ടു പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും ഇവൻ വീണ്ടും പേടിച്ച് ഫോൺ വെക്കും. അടുത്ത ദിവസം അവൻ ജോലിക്ക് പോയ സമയം നോക്കി അവന്റെ ഭാര്യയെയും മകളെയും കൊല്ലാൻ വേണ്ടി ആ സീരിയൽ കില്ലർ വീട്ടിലെത്തും. ഭാഗ്യം കൊണ്ട് ഇവൻ വന്നതുകൊണ്ട് അവര് രക്ഷപ്പെടും. അവന്റെ കുടുംബത്തെ തൊട്ട് കളിച്ചപ്പോൾ അവന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ ആ സീരിയൽ കില്ലർ ഓടുന്നത് കണ്ട് അവന്റെ പുറകെ ഓടും. പുറകെ ഓടി അവർ രണ്ടുപേരും കൂടി ഒരു മലയുടെ മുകളിലെത്തും. അവിടെ എത്തിയപ്പോൾ ആ സീരിയൽ കില്ലർ അവനെ അടിച്ചു കൊല്ലാറാവുകയാണ്. അപ്പോഴാണ് ഭാഗ്യത്തോടെ അവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ആ മണ്ണ് വന്ന് അടിച്ച് ഇവരെ രണ്ടുപേരെയും തെറിപ്പിച്ചു കൊണ്ടുപോകും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവന് ബോധം വരും. ഇവൻ നോക്കുമ്പോൾ ആ സീരിയൽ കില്ലർ ഒരു മരത്തിൽ തറച്ച് ചാകാറായി കിടക്കുകയാണ്. ചുറ്റും നോക്കുമ്പോൾ അവിടെ കുറെ ഡെഡ് ബോഡീസും ഉണ്ടായിരുന്നു. ആ സീരിയൽ കില്ലർ കൊന്നവരെയൊക്കെ കുഴിച്ചിട്ടിരുന്നത് അവിടെയായിരുന്നു. പിന്നെ എല്ലാ സിനിമകളിലെയും പോലെ അവസാനം പോലീസുകാർ വന്ന് അവനെയും അവന്റെ കുടുംബത്തെയും സേഫ് ആക്കും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി സ്റ്റോറികൾ കേൾക്കാൻ വേണ്ടി നമ്മുടെ ചാനലായ മൂവിയോറ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പോയി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.